ഹേ ഗൈസ്, കുറെ പേര് എന്നോട് ഇൻഫർമേഷൻ വീഡിയോ ചെയ്യാൻ പറയുന്നു ഗൈസ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ തല നിറച്ച ഇൻഫർമേഷൻ. സോ ദിസ് വീഡിയോ ഇസ് ഫോർ പീപ്പിൾ ഹു സീക്ക് ഇൻഫർമേഷൻ. ഗൈസ്, അങ്ങനെ കുറെ പേരൊന്നും ചോദിച്ചില്ല, അത് ഞാൻ ഒരു ഫ്ലോയിൽ പറഞ്ഞതാണ്. ചോദിച്ച എൻ്റെ ഫ്രണ്ട്സാണ്. മച്ചാൻ ഇവിടെ വരാൻ വല്ല വഴിയുണ്ടോ? വഴിയുണ്ട് മച്ചാൻ, ഇവിടെ വരാൻ പല വഴികളുണ്ട്. അതിലൊന്നും ഞാൻ വന്ന പോലെ പഠിക്കാൻ വരാം സ്റ്റുഡന്റ് വിസയിൽ. ഇവിടെ സ്റ്റുഡന്റ് വിസയിൽ പബ്ലിക് യൂണിവേഴ്സിറ്റി ഉണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു മച്ചാൻ ചോദിക്കുന്നു, ബ്രോ ഇവിടെ വന്ന എല്ലാം ഫ്രീ ആണോ? എല്ലാം ഫ്രീ ഒന്നും അല്ല മച്ചാനെ. ഇവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം ജോയിൻ ചെയ്യുന്നു, അതിന് നിങ്ങൾക്കൊരു ഇൻകം കിട്ടുന്നു. അതല്ലാതെ നിങ്ങൾക്കൊന്നും ഫ്രീ അല്ല. നിങ്ങൾ ഇവിടുത്തെ റൂം റെന്റ് കൊടുക്കണം, ട്രാൻസ്പോർട്ടേഷൻ ഫീ കൊടുക്കണം, പിന്നെ എന്തിനൊന്നും അറിയാത്ത കുറേ ടാക്സ് അടയ്ക്കണം. അതുകൊണ്ട് എല്ലാം ഫ്രീ അല്ല ബ്രോ. പബ്ലിക് യൂണിവേഴ്സിറ്റി ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. നിങ്ങൾ +2 കഴിഞ്ഞിട്ട് ബാച്ചിലേഴ്സ് ചെയ്യാൻ വരുന്ന ആളാണെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ B1 B2 ലെവൽ ലാംഗ്വേജ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. ഇവിടെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ പല ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസ് ഉണ്ട്, മെഡിക്കൽ, ടെക്, കോർപ്പറേറ്റ്, ഫിനാൻസ്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഈ കോഴ്സ് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ജോലി കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഇനി മാസ്റ്റേഴ്സ് ചെയ്യാനോ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ വരികയാണെങ്കിൽ അവിടെ ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല. പക്ഷെ ചില യൂണിവേഴ്സിറ്റീസ് IELTS ചോദിക്കുന്നുണ്ട്. ഈ രാജ്യത്ത് നിങ്ങൾക്ക് നല്ലൊരു ജോലി വേണമെങ്കിൽ ഡോയിഷ് പഠിച്ചേ പറ്റൂ കാശ്. ഇനി പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ബാച്ചിലേഴ്സ് ചെയ്യാം, പക്ഷെ അവിടെ ഡോയിഷിൻ്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ ഇന്റേൺഷിപ്പ്, വർക്ക് ഇതൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കണം. ഭാഷ തീരെ അറിയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നല്ല പാടായിരിക്കും ഗൈസ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ബാച്ചിലേഴ്സ് ചെയ്യാം, അതിന് നമുക്ക് ഡോയിഷിന്റെ ആവശ്യം വരുന്നില്ല. മാസ്റ്റേഴ്സിനും ഡോയിഷിന്റെ ആവശ്യം വരുന്നില്ല. ചില യൂണിവേഴ്സിറ്റീസ് IELTS ആണ് ചോദിക്കുന്നത്, ചില യൂണിവേഴ്സിറ്റി അതും ചോദിക്കുന്നില്ല. പക്ഷെ നമ്മൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ഇന്റേൺഷിപ്പ്, വർക്ക് ഇതൊക്കെ നമ്മൾ സ്വന്തം കണ്ടുപിടിക്കണം. ഭാഷ തീരെ അറിയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരിക്കും ഗൈസ്. ഈ രാജ്യത്ത് നിങ്ങൾക്ക് നല്ലൊരു ജോബ് വേണം, നല്ലൊരു പൊസിഷൻ വേണമെങ്കിൽ ഡോയിഷ് നമ്മൾ അടിപൊളിയായിട്ട് പറയാം. പക്ഷേ കേസ് എല്ലായിടത്തും എക്സെപ്ഷൻ ഉണ്ട്. ഇവിടെ കുറെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് നല്ലൊരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ഹാർഡ് സ്കിൽസ് ഒക്കെ വേണം. ഇനി നമുക്ക് വരാൻ പറ്റിയ വേറൊരു വഴിയാണ് ഓപ്പർച്യൂണിറ്റി കാർഡ്. വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി കാർഡ്?